നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെതിരായ യമൻ ഗ്രൂപ്പിന്റെ ഭീകരാക്രമണം ഗുരുതരമായ തെറ്റായിരുന്നുവെന്ന് പ്രതികരിച്ച് മുൻ ഹൂതി ഉദ്യോഗസ്ഥൻ. പലസ്തീനികളെ സാമ്പത്തികമായി മാധ്യമ പ്രചാരണത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളെപ്പോലെ മാനുഷിക സഹായത്തിലൂടെയോ സഹായിക്കാൻ കഴിയുമായിരുന്നു. മറുവശത്ത് ഇസ്രയേലുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഹൂതികളുടെ ശ്രമം മാനുഷിക പ്രതിസന്ധി നേരിടുന്ന രാജ്യത്തെ സാധാരണ ജനങ്ങളെ വീണ്ടും അപകടത്തിലാക്കുമെന്ന നടപടിയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇസ്രയേൽ സാധാരണക്കാരെ കൊല്ലുമ്പോൾ ഹൂതികൾ ദശലക്ഷക്കണക്കിന് യമനികളെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നു. ബ്രിട്ടനെയും USA-യും പോലെയല്ല ഇസ്രയേൽ മനഃപൂർവ്വം സിവിലിയൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കുകയാണ്. ഇസ്രയേലും ഫലസ്തീനിയും തമ്മിലാണ് സംഘർഷം. ഞങ്ങൾക്ക് ഇസ്രയേലുമായി നേരിട്ട് ഏറ്റുമുട്ടലില്ല. ഹൂതികൾക്ക് തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ പ്രാപ്തമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം പോലും ഇല്ലെന്നും മുൻ ഉദ്യോഗസ്ഥൻ സമ്മതിക്കുന്നു. കൂടാതെ ഇസ്രയേൽ യമൻ നാവിക വ്യോമ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭയവും ഹൂതി ഉദ്യോഗസ്ഥൻ പ്രകടിപ്പിച്ചു. സാധാരണ ജനത അതിന് വില കൊടുക്കേണ്ടി വരും. ടെൽ അവീവിലെ ഹൂതികളെ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ ഹയം റിപ്പോർട്ട് വരുന്നതിന്റെ തലേ ദിവസമാണ് ഹൊദൈദയിലെ ഹൂതികൾക്കെതിരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. IDF-15, F-35 എന്നിവയ്ക്കായി 2 മണിക്കൂറും 50 മിനിറ്റും മറ്റ് യുദ്ധവിമാനങ്ങൾ ഏകദേശം 10 വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഇസ്രയേലുമായി നേരിട്ടുള്ള യുദ്ധത്തിന്റെ നാളുകളായിരിക്കും ഇനിയെന്നാണ് യമനിലെ ഹൂതികൾ വീണ്ടും വെല്ലുവിളി മുഴക്കിയത്. ദീർഘകാല ആക്രമണത്തിന് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഇത് വൈകില്ല എന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകുന്നു. ശനിയാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും 83 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹൂതികളുടെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇസ്രയേൽ സുരക്ഷാ മന്ത്രി യോഗം വിലയിരുത്തി. അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് ഹൂതികളുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കവും ഇസ്രയേൽ ആലോചിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ നേരിട്ട് നൽകുന്ന ആദ്യ തിരിച്ചടി കൂടിയായിരുന്നു ഇത്. എണ്ണ സംഭരണികൾക്ക് നേരെയായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നും ഹൂതികൾ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ആക്രമണം നടത്തി. അതേസമയം ഇസ്രയേൽ യമൻ സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യം ചെറുക്കണമെന്ന് UN ആവശ്യപ്പെട്ടു. അതിനിടെ വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ടു പോകാൻ ഇസ്രയേൽ നേതൃത്വം തീരുമാനിച്ചു. നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന 6 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സംഘത്തെ ദോഹയിലേക്ക് അയക്കാൻ ധാരണയായി. കടുത്ത നിലപാടിൽ നിന്ന് പിൻവാങ്ങിയ നെതന്യാഹുവിന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് നന്ദി പറഞ്ഞതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുപ്രധാന ചർച്ചകൾക്കായി നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാതെ US-ലേക്ക് തിരിക്കുന്ന നെതന്യാഹുവിനെതിരെ ടെൽ അവീവ് വിമാനത്താവളത്തിന് മുന്നിൽ ആയിരങ്ങളാണ് പ്രതിഷേധിച്ചത്. ഗാസയിൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലടക്കം സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 64 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ 38,983 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 2 ലബനാൻ സൈനികർക്കും പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.